പൃഥ്വിരാജിൻ്റെ ഒരു അഴിഞ്ഞാട്ടാണ് ശരിക്കും പറഞ്ഞ ഈ പടത്തിൽ. അതിനകത്ത് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ മലയാളത്തിൻ്റെ പൃഥ്വിരാജും പ്രവാസും കൂടി ഒത്തുചേരുന്ന ഒരു കോമ്പിനേഷനൊക്കെ ഒരു രക്ഷയില്ല. രോമാഞ്ചം എന്ന് പറഞ്ഞാൽ അടാറ് രോമാഞ്ചം. ഇത് തിയേറ്റർ വന്ന് തന്നെ എല്ലാവരും കാണണം. ഗംഭീരമാണ്, ഒരു രക്ഷയില്ല. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിന് വേണ്ടി നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യണം. പറയാൻ എന്താ പറയണ്ടെന്ന് അറിയത്തില്ല. ഭയങ്കര എക്സൈറ്റ്മെന്റ് ഇപ്പോഴും ചെയ്തിട്ടില്ല. സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റ് എനിക്ക് ഞാൻ പൃഥ്വിരാജികളാണ്, അതുകൊണ്ട് രണ്ടുപേരും ഈക്വലാണ്. സല്ലാസ് ഈസ്വയർ വൺ ഖാൻസാർ എന്ന് പറയുന്ന ലോകത്തേക്കാണ് പ്രശാന്തിയാണ് കൊണ്ടുവരുന്നത്. ആ ഒരു ബിൽഡപ്പാണ് ഈ പടം മൊത്തം. ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് വേണ്ടിയുള്ള വരുമ്പോഴാണ് ഈ വേൾഡ് എന്തോരം വലുതാണെന്നുള്ളത് വിചാരിക്കുന്നത്. പേഴ്സണലി പ്രഭാസിലേക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം ആഫ്റ്റർ എ സീരീസ് ഓഫ് ഫ്ലോപ്പ് ഇതൊരു വൻ കംബാക്ക് ആയിരിക്കും പ്രഭാസിന്. ആൻഡ് പൃഥ്വിരാജ് കട്ട പെർഫോമൻസ് ആണ്. സ്ക്രീൻ സ്പേസ് കമ്പാരിറ്റീവ് കുറവാണ്. കാരണം ഫസ്റ്റ് ഹാഫ് ഓൾമോസ്റ്റ് പ്രഭാസാണ്. ഇൻഡോറിൽ വെച്ചാണ് ഇത് വന്നത് നമ്മൾ പൃഥ്വിരാജ്. പക്ഷേ സെക്കൻഡ് ഹാഫിലും ക്ലൈമാക്സ് ഒക്കെ ഇതിൽ കൂടുതലുള്ള ഒരു രസമുള്ള ഫൈറ്റൊക്കെ ഉണ്ട്. അതൊക്കെ സിനിമ ഓസമായിരുന്നു. ഫാമിലി ഓഡിയൻസ് എല്ലാവരും ഇഷ്ടപ്പെടും. ഭയങ്കര വയലൻസ് ഒന്നും എനിക്ക് ചെയ്തില്ല. പക്ഷേ നമ്മൾ ഇതിക്ക് മുന്നേ കണ്ട പ്രശാന്ത് നീൽ എന്ന ഡയറക്ടറിൻ്റെ ആ ഒരു ബെഞ്ച് മാർക്ക് അത് പേഴ്സണലി എനിക്ക് എത്തിയില്ല. പിന്നെ വേൾഡ് ബിൽഡിംഗ് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഹാഫ് കുറച്ച് ഡ്രോബാക്ക് ഉണ്ട്. കാരണം നമ്മളത് നിർത്തണ പോലെ ഫീൽ ഉണ്ടായിരുന്നു. ബട്ട് നിരാശപ്പെടുത്തില്ല. കാണുവാണെങ്കിൽ തിയേറ്റർ തന്നെ ഒന്ന് കാണണം. കാരണം ആ ഒരു വേൾഡ് കാണേണ്ട രീതി എന്തുകൊണ്ടും ഓസമാണ്. ഇത് തന്നെ ഒന്ന് കാണണം. അതായത് ഇത് ബിൽഡപ്പാണ്, ബിൽഡപ്പാണ്. ഇത് വലിയൊരു വേൾഡാണ് ഈ സലാറിന്. പിന്നെ വേൾഡ് ബിൽഡിംഗ് ആണ്. ഫസ്റ്റ് ഹാഫ് ഈ പ്രശാന്തിൻ്റെ തന്നെ ഫസ്റ്റ് പറഞ്ഞ ഉഗ്രോ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. അതേ ഒരു സെയിം പാറ്റേണിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തിയാണ് സിനിമ അങ്ങനെ പോയിട്ടുള്ളത്. കാരണം ഉഗ്രത്തിൻ്റെ ഒരു അപ്ഡേറ്റഡ് വേർഷനായിട്ടാണ് ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ തോന്നിയത്. കാരണം ആ ക്യാരക്ടേഴ്സിന് കുറച്ച് സ്വഭാവത്തിലൊക്കെ മാറ്റം വരുത്തി ആ ഒരു അപ്ഡേറ്റഡ് വേർഷൻ എന്നുള്ള രീതിയിലാണ് പോയത്. പിന്നെ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴത്തേക്കാണ് പൃഥ്വിരാജ് പറഞ്ഞത് ഗെയിം ഓഫ് സ്പോർട്സിൻ്റെ ഒരു രീതിയിലുള്ള, അതായത് ഫാമിലീസിൻ്റെ കോൺഫ്ലിക്റ്റ് അത്രയ്ക്ക് വേണ്ടിയുള്ള ആ ഒരു സംഭവമൊക്കെ നടക്കുന്നത്. അപ്പോൾ ആ സമയത്തുള്ള വേൾഡ് ബിൽഡിങ് കാര്യങ്ങളൊക്കെ നന്നായി തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ സെക്കൻഡ് ഹാഫിൻ്റെ മിഡിൽ പോർഷനിൽ ഒരു ബിൽഡപ്പ് കൊടുത്ത് വന്നിട്ട് ഭയങ്കര ലേറ്റായിട്ടാണ് അത് എലിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ആദ്യം കിട്ടിയ ബിൽഡപ്പ് ഇങ്ങനെ കുറഞ്ഞു വരുന്ന സമയത്തായിരിക്കും എലിവേറ്റ് ചെയ്യുക. അതൊന്ന് ഫാസ്റ്റായിട്ട് എലിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇമ്പാക്റ്റ് കിട്ടിയാണ് ആ സീരീസിൽ. പിന്നെ പ്രശാന്തിൻ്റെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ അടിപൊളി, ടെക്നിക്കലി ബ്രില്യൻ്റ് ആണ് വേണം. അതേപോലെ തന്നെ ആക്ഷൻ സീക്വൻസ്, എൻവോൾവ്മെൻറ്റ് ആക്ഷൻ സീക്വൻസ് ഒക്കെ നന്നായി തന്നെ വന്നിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രഭാസ് കഴിഞ്ഞ മറ്റേ ആദിപുരുഷ്, രാധേശ്യാമ്, സാഹു ഇതിനകത്തൊക്കെ ഒരു അമ്മാവൻ പ്രഭാസായിട്ടാണ് തോന്നിയിരിക്കുന്നത് കണ്ട സമയത്ത്. പക്ഷേ ഇതിനകത്ത് വന്നപ്പോഴത്തേക്കും പ്രഭാസിൻ്റെ ലുക്ക്, സ്വാഗ് കാര്യങ്ങളൊക്കെ അടിപൊളിയായി തന്നെ വന്നിട്ടുണ്ട്. പ്രഭാസിനെ പ്രസൻറ്റ് ചെയ്തേക്കുന്ന രീതിയൊക്കെ കൊള്ളാം. കാരണം ആ ഒരു പുള്ളിയുടെ ആ VFX ടൈപ്പ് ഇതിനകത്തില്ല. VFX ഒക്കെ ഭാഗമായിട്ട് നമുക്കൊരിക്കലും തോന്നില്ല ഇത് കാണുമ്പോഴത്തേക്ക്. പിന്നെ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട കാര്യമൊന്നും തോന്നിയില്ല. കാരണം അത്ര ചോരക്കളിയൊന്നും അങ്ങനെ ഇതിനകത്ത് കാണിക്കണമെന്നില്ല. പിന്നെ ഡിമാൻഡൊന്നും ചെയ്യണില്ല. പിന്നെ രാജുവേട്ടൻ റോഡ് നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കോമ്പിനേഷൻ സീൻസൊക്കെ നല്ലായിരുന്നു. പിന്നെ വെറുപ്പിക്കലായിട്ട് തോന്നിയത് ശ്രുതിഹാസൻ്റെ ഡബിങ്ങാണ്. ഒരു വകക്കുകൊള്ളാത്ത ഡബിങ് ആയിരിക്കും ശ്രുതിഹാസൻ്റെ. കാരണം ഭയങ്കര ഒപ്പമാണ്, ഒട്ടും സിങ്ക് ആവാത്ത അവരുടെ ബോഡി ലാംഗ്വേജും, അതായത് ആ ഒരു വോയിസ് സിങ്ക് ആവുന്ന ശ്രുതിഹാസൻ്റെ. പിന്നെ ബാക്കി എല്ലാവരും അത്യാവശ്യം നന്നായി ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് പാർട്ടി കൂടി കണ്ടാലും ഒരു ഫുൾ പ്രോപ്പർ ഐഡിയ കിട്ടുള്ളൂ. കാരണം അങ്ങോട്ടുള്ളൊരു വേൾഡ് ബിൽഡിങ്ങും കാര്യങ്ങളാണ്. ആ വേൾഡ് ബിൽഡിങ്ങിൽ നന്നായി തന്നെ വന്നിട്ടുണ്ട്. വലിയ വേൾഡാണ്. അതിനും തിയേറ്ററിൽ കാണാൻ പറ്റുന്ന പടം തന്നെ. ആക്ഷൻ സീക്വൻസ് ഒക്കെ കൊള്ളാം. ലാസ്റ്റ് പ്രഭാസും പൃഥ്വിരാജ് ഒരുമിച്ച് അതാണ് ഏറ്റവും അടിപൊളി മൂവിയിൽ. എന്താണ് ആ റെബൽ സ്റ്റാർ, എന്തുകൊണ്ട് പ്രഭാസിനെ റെബൽ സ്റ്റാർ എന്ന് വിളിക്കുന്നു എന്ന് കറക്റ്റ് ഈ മൂവിയിൽ കാണിച്ചിട്ടുണ്ട്. ആ ലാസ്റ്റ് ഫൈറ്റ്സിൽ ഒന്നും പറയാനില്ല. എൻ്റെ പാർട്ട് 2 വേണ്ടിയാണ് വെയിറ്റിംഗ്. AGF-ആയിട്ട് ബന്ധമൊന്നുമില്ല. മറ്റൊരു യൂണിവേഴ്സ് പ്രശാന്തിനെ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ് പടം തകർത്ത്. എന്നിട്ട് രണ്ടുപേരും എനിക്കൊന്ന് ഒരു പടി മുന്നിൽ പൃഥ്വിരാജാന്ന് എനിക്ക് തോന്നി. ഇത്രയും എൻട്രിയൊക്കെയാണ് അടിപൊളിയായിട്ട്. പക്ഷെ അവസാനമായപ്പോൾ പൃഥ്വിരാജ് വേറെ ലെവലിലേക്ക് മാറി. പടം ഒരു ഇടയ്ക്കൊരു ശകലം ലാഗ് തോന്നുമായിരുന്നു. എന്നാലും അവസാനമായപ്പോൾ AGF ലെവലിലേക്ക് പടം മാറി. അടിപൊളി.